മെയിനായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പേഴ്സണലൈസേഷനാണ്. ആളുകൾക്ക് ഇഷ്ടം എന്താണോ അവർക്ക് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരാൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവിടെ എബോവ് ആവറേജ്, ബിലോ ആവറേജ് ആൻഡ് ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവും. ഈ 3 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയും സാറ്റിസ്ഫൈ ചെയ്ത് ക്ലാസ് എടുക്കുന്ന ഇറ്റ്സ് ഇമ്പോസിബിൾ. ഈ സമയത്ത് പേഴ്സണലൈസേഷൻ അവിടെ കൊണ്ടുവന്നാൽ, അതായത് ഒരേ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് എന്ത് കണ്ടന്റ് കൊടുക്കണം എന്നുള്ളത് AI ക്യാൻ ടെൽ യു ബേസ്ഡ് ഓൺ ഹിസ് പ്രീവിയസ് ഡാറ്റ, അല്ലെങ്കിൽ അയാളെ ലേണിംഗ് പാറ്റേൺ, അയാളെ എക്സാംസ് നോക്കിയിട്ട് ഈ ഡാറ്റ ലേൺ ചെയ്തിട്ട് ഈ കുട്ടിയുടെ എക്സാംസിൽ ഡാറ്റ ലേൺ ചെയ്തിട്ട് മോഡലിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ കുട്ടി ഇന്ന ഭാഗത്താണ് വീക്ക്, ഇന്ന ഭാഗത്താണ് സ്ട്രോങ്. സോ അവിടെ ക്ലാസ് കൊടുക്കുക, അല്ലാത്ത സമയത്ത് കുട്ടിക്ക് ഫ്രീ ടൈം കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇത്തരം തരത്തിലുള്ള പേഴ്സണലൈസേഷൻ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ പേഴ്സണലൈസേഷൻ എങ്ങനെ കൊണ്ടുവരിക? ഒരാളുടെ പ്രീവിയസ് ഡാറ്റ മൊത്തത്തിൽ പഠിച്ചാൽ, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഡോക്ടറോട് നമ്മൾ പ്രീവിയസ് ഡാറ്റ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു മോഡലിനകത്ത് നമ്മൾ ജനിച്ചത് മുതലുള്ള നമ്മുടെ DNA സ്ട്രക്ചർ അടക്കം എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മോഡലിന് എത്രത്തോളം പവർഫുൾ ആണെന്ന് ആലോചിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സ് ആളെടുത്തുണ്ട്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന രോഗങ്ങൾ വരെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തു തന്ന് നമുക്ക് വേണ്ടുന്ന ഡയറ്റ് പ്ലാൻ, എക്സസൈസ്, നമ്മുടെ ജീവിതം എങ്ങനെ ആവണം എന്നുള്ളത് ഓരോരുത്തർക്കും ഒരു പേഴ്സണലൈസ്ഡ് ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റാണ് പേഴ്സണലൈസേഷൻ ഹെൽത്ത് കെയർ കൊണ്ട് അർത്ഥമാക്കുന്നത്.